പ്ലാനറ്റ് എന്ന് വിളിക്കുന്ന ഒരു വസ്തുവാണ്. ആ വാക്കിന് വളരെയധികം വർഷങ്ങളുടെ പഴക്കം. അതായത് ആ ഇംഗ്ലീഷ് വാക്ക് ഗ്രീക്ക് ഭാഷയിലെ പ്ലാനറ്റസ് ആസ്ട്രേ കാരണം അലഞ്ഞു തിരിയുന്ന നക്ഷത്രങ്ങളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ചുരുക്കി വാണ്ടറേഴ്സ് അലഞ്ഞു തിരിയുന്നവർ പ്ലാനറ്റേ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാകുന്നത്. അതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം. എന്തുകൊണ്ട് ആ പേര് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാത്രി ആകാശം നോക്കി പരിചയമുള്ളവർക്കറിയാം, ആകാശത്ത് ഒരുപാട് മിന്നിത്തിളങ്ങുന്ന വസ്തുക്കളുണ്ട്. നമ്മൾ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ചന്ദ്രനെ മാറ്റി നോക്കിയാൽ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു മിന്നിത്തിളങ്ങുന്ന പോയിന്റ് വസ്തുക്കളാണ്. അപ്പോ ആ നക്ഷത്രങ്ങളുടെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് അവയുടെ ആപേക്ഷിക സ്ഥാനം മാറുന്നില്ല, റിലേറ്റീവ് പൊസിഷൻസ് മാറുന്നില്ല എന്ന് പറയാം. അതായത് ഒരാളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ പരിഗണിച്ചു കഴിഞ്ഞാൽ, എന്റെ കൈ, കാല്, തല പരിഗണിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ നീങ്ങുന്നതിനനുസരിച്ച് നീങ്ങുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആപേക്ഷിക സ്ഥാനം മാറുന്നില്ല. എന്റെ വലത്തെ കൈ ഇന്ന് സ്ഥാനത്ത് തന്നെയാണ്. എന്നെ എവിടെ കണ്ടാലും എന്റെ വലത്തെ കൈ കാണുന്നത്. അതായത് എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ അപേക്ഷിച്ച് മറ്റു ഭാഗം മാറുന്നില്ല, എപ്പോഴും ആ ഭാഗത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആപേക്ഷിക സ്ഥാനം എന്ന വാർത്ത ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ശരിക്കും ഉദിച്ചസ്തമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ട് ഭൂമിക്ക് പുറമെയുള്ള എല്ലാ വസ്തുക്കളും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രനായാലും സൂര്യനായാലും നക്ഷത്രങ്ങളായാലും ഒക്കെ നമ്മൾ രാത്രി അവയെ കുറച്ചു നേരം തുടർച്ചയായിട്ട് നിരീക്ഷിച്ചു നിന്നാൽ അവ കിഴക്കേ ചക്രവാളത്തിൽ നിന്നും ഉയർന്നു വന്ന് പതിയെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കുന്നതായിട്ട് നമ്മൾ ആ ചലനത്തെ കുറിച്ചാണ് പറയുന്നെങ്കിലും അതിൽ ഇവരുടെ ആപേക്ഷിക സ്ഥാനങ്ങൾ മാറുന്നില്ല. നക്ഷത്രങ്ങളുടെ പാറ്റേൺ, നക്ഷത്രങ്ങളെ കുറിച്ച് ഒരു ചിത്രം സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ രൂപം മാറുന്നില്ല, അത് ഒരുമിച്ചാണ് നീങ്ങുന്നത്. പക്ഷേ ഇവയ്ക്കിടയിൽ വിരലിലെണ്ണാവുന്ന കുറെ നക്ഷത്രങ്ങൾ മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നതായിട്ട് വളരെ പണ്ട് തന്നെ മനുഷ്യൻ തിരിച്ചത്. അതുകൊണ്ട് അതിപ്പോ ഒരു ആൾക്കൂട്ടത്തിൽ എല്ലാവരും ശരിയായിട്ടിരിക്കുമ്പോൾ കുറച്ചു പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നീച്ച് മാറി മാറി നീങ്ങുന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വാങ്ങുന്ന നടത്തിൽ ഈ അലഞ്ഞു തിരിയുന്ന നക്ഷത്രങ്ങൾ എന്ന് കണക്കാക്കി അവരെയാണ് അന്ന് പ്ലാനറ്റ്. ഇന്ന് ആധുനിക ജ്യോതിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ശാസ്ത്ര ഭാഷയിൽ ഇന്ന് ഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അലഞ്ഞു തിരിയുന്ന വസ്തുവിനെ അല്ല. ഇന്ന് അതിന് അർത്ഥവ്യത്യാസമുണ്ട്. കുറച്ചുകൂടി കൃത്യമായൊരു നിർവചനം ഗ്രഹം എന്ന വാക്കിനുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഗ്രഹത്തെ നമ്മൾ ഇന്നത്തെ പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്. അത് സാധാരണ ഇന്നത്തെ മോഡേൺ ഫിസിക്സിലെ മോഡേൺ ആസ്ട്രോണമിയിലെ പ്ലാനറ്റ് അല്ല. അവയിൽ ക്ലാസിക്കൽ പ്ലാനറ്റുകൾ ചെയ്ത് നമ്മുടെ മോഡേൺ പ്ലാനറ്റുകളിലുണ്ട്. എന്നാൽ അവയില്ലാത്ത പല ഇതിലുണ്ട്. ഇതിലുള്ള വെള്ളം അവയില്ല. അങ്ങനെ വ്യത്യാസമുണ്ട്. ക്ലാസിക്കൽ പ്ലാനറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. അന്നത്തെ കണക്കിൽ നമ്മൾ പഴയ പുരാതന സംസ്കാരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അത് ബാബിലോണിയയിലായാലും ഹിന്ദുമന്ദിരങ്ങളിലായാലും ഒക്കെ അവിടെ എല്ലാം വികസിച്ച് വന്ന ആ സ്ക്രീൻസ് നമ്മുടെ പഴയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തം എന്ന് പറയാവുന്ന ഒന്നുമില്ല. എല്ലാവരും ഒരു കാര്യത്തിൽ വിളിക്കുന്നു. അവരെല്ലാം കരുതിയത് ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ്. അത് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാം നമ്മളെക്കാൾ ബുദ്ധി കുറഞ്ഞ ആൾക്കാരായതുകൊണ്ടല്ല, മറിച്ച് അത് അന്നേ കരുതാനേ അന്ന് സാധ്യത ഉണ്ടായിരുന്നുള്ളത് തോന്നുന്നു. കാരണം നമ്മുടെ ഭൂമി വളരെ ശരിയാണ്. അത് ഇറങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും കാറ്റടിക്കുന്നില്ല. നമുക്ക് വളരെ ശരിയായിട്ടാണ് നിൽക്കുന്നത്. ചലനമില്ല, നമ്മളൊരു ചലനം അനുഭവിക്കുന്നില്ല. അപ്പൊ ഭൂമി സ്ഥിരമായിട്ട് നിൽക്കുന്ന സാധനമാണ്. ഭൂമി വളരെ സോളിഡാണ്. അത് അതൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രവും ബാക്കിയെല്ലാം ഭൂമിക്ക് ചുറ്റുമാണ്. പ്രത്യേകിച്ച് കാട്ടം എന്ന വാക്കിന് പ്രപഞ്ചവിജ്ഞാനത്തിൽ വളരെയധികം പ്രാധാന്യം. എന്നാലും നമ്മളിവിടെ നോക്കുമ്പോൾ ഈ സ്ഥാനം മാറുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ക്ലാസിക്കൽ പ്ലാനറ്റ്. അവിടെ സ്ഥാനം മാറുന്നതിന്റെ ഒരു പാറ്റേൺ. അതായത് ഇവ മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നീങ്ങുമ്പോഴും അവ ക്രമമായ ഇടവേളകൾ പിന്നെയും പഴയ നക്ഷത്രത്തിനടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുകയും പിന്നെയും ഒരേ സ്ഥാനത്ത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്താൽ അങ്ങനത്തെ അവസ്ഥ കാണുന്നതാണ്. അപ്പോഴാണ് നമ്മൾ പിന്നെയും നിൽക്കാതിരിക്കുമ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരേ സ്ഥാനത്ത് പിന്നെയും പിന്നെയും തിരുവനന്തപുരത്തെ ഓട്ടോക്കാരെ കുറിച്ച് പൊതുവെ ഒരു തമാശ പറയാം. നിങ്ങൾ ഒരേ സ്ഥാനം തന്നെ പിന്നെയും കണ്ടു. സെക്രട്ടേറിയറ്റ് സൗത്ത് ചെയ്ത് പിന്നെയും കണ്ടല്ലോ എന്ന് തോന്നുന്നത് കാരണം അത് കളഞ്ഞുകൊണ്ടാണ്. അത് തമാശയായി നമ്മൾ പറയുന്നത്. ബേസിക്കലി സ്ഥാനം മാറുകയും ഒരേ സ്ഥാനത്തേക്ക് പിന്നെയും വരികയും ചെയ്യുന്നെങ്കിൽ അത് തർക്കമായിരിക്കും അല്ല. അപ്പോ ഈ അലഞ്ഞു തിരിയുന്ന ഗ്രഹങ്ങളെല്ലാം ഈ പ്ലാനറ്റുകളെല്ലാം തന്നെ പിന്നെയും ക്രമമായ ഇടവേളകളിൽ പഴയ സ്ഥാനത്ത് വരുന്നത് കൊണ്ട് പണ്ടുള്ള ആളുകൾ മനസ്സിലാക്കിയത് ഈ ഗ്രഹങ്ങളെല്ലാം നമുക്ക് ചുറ്റിക്കറങ്ങാണ്, ഭൂമിക്ക് ചുറ്റിക്കറങ്ങാണ്. ഭൂമി ശരിയായിട്ട് നിൽക്കുകയും ബാക്കിയെല്ലാം ഭൂമിക്ക് ചുറ്റിക്കറങ്ങുകയും ചെയ്യുക. അവയെല്ലാം ഒരേ ഇടവേളകളിലല്ല വരുന്നതെന്നുള്ളതാണ് മറ്റൊരു നിരീക്ഷണം. അതായത് ഓരോ ഗ്രഹത്തിലും പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ വേണ്ട സമയം വ്യത്യസ്തമാണ്. കൂടുതൽ സമയം എടുക്കുന്നുണ്ടാവും, വളരെ പെട്ടെന്ന് എത്തുന്നുണ്ടാവും. അപ്പോ ആ പാറ്റേൺ ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് നിരീക്ഷണത്തിലൂടെ നടത്തിയതാവാൻ യാതൊരു സാധ്യതയില്ല.
അനുസരിച്ച് പഴയ നക്ഷത്രത്തിനനുസരിച്ച് തിരിച്ചു വരാൻ 29 വർഷം എടുക്കും. അതെന്തായാലും ഒരാൾക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണ് സാധ്യത. അത് വളരെ തലമുറകൾ എടുത്തിട്ടാണ് 29 വർഷം കൂടുമ്പോൾ പിന്നെ ആ കാലത്ത് വരുന്നത് കാര്യം തിരിച്ചത്. അപ്പൊ അങ്ങനെ തിരിച്ചറിയപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ അത് വളരെ കാലം മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞു പോകുന്ന ഒരുപാട് രേഖകൾ നമുക്ക് കാണുന്നത് ബാബിലോണിയ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കുവൈറ്റും ഇറാഖും ഒക്കെ ഇരിക്കുന്ന ആ ഭൂപ്രദേശം, അത് വലിയ ഭൂപ്രദേശമായിരുന്നു ബാബിലോണിയ. ബാബിലോണിയയിൽ നിന്ന് കിട്ടിയ ഒരു ശിലാഫലമാണ് യൂണിഫോം എന്ന് പറയുന്ന പുരാതന ലിപിയിൽ എഴുതപ്പെട്ട ശിലാഫലത്തിൽ നിന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് വീനസ് മെർക്കുറി, അതായത് ശുക്രൻ, ബുധൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിങ്ങനെ 5 ഗ്രഹങ്ങളിലെയും ചലനത്തിന്റെ പാറ്റേണിനെ കുറിച്ച് വളരെ വ്യക്തമായി അവർ എന്നെ തെളിയിക്കുന്നു. അപ്പൊ അതായത് വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നീട് ഈ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞപ്പം അതോടൊപ്പമാണ് ഗ്രീക്ക് ഭാഷയിൽ ഗ്രഹങ്ങൾ എന്നുള്ള വാക്ക് ഉണ്ടായത്. പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ ഗ്രഹങ്ങളുടെ ചലനം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ എന്നല്ലെങ്കിൽ വിജയകരമായ ശ്രമം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിയായ ശ്രമം നടന്നതിലല്ല, ഏറ്റവും കൂടുതൽ കാലം ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ക്ലൗഡിയസ് ടോളമി എന്ന് പറയുന്ന ആളിന്റെ ഭൂമിയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള പ്രപഞ്ചമാകുന്നത്. അതായത് ജിയോ സെൻട്രിക് മോഡൽ നടത്തി വയ്ക്കുക. അപ്പൊ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സിദ്ധാന്തമാണ്. ഭൂമി, നമ്മൾ ജീവിക്കുന്ന ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ്, ബാക്കിയെല്ലാം നമുക്ക് ചുറ്റുമാണ് കാണുന്നത്. പക്ഷെ ഈ ഗ്രഹങ്ങളുടെ എല്ലാം എന്തുകൊണ്ടാണ് ഈ കാണുന്ന രീതിയിൽ പോകുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വളരെ സങ്കീർണമായിട്ടുള്ള പാതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു ബിന്ദു ഭൂമിക്ക് കടന്നു, ആ ബിന്ദുവിന് ചുറ്റും ഒരു ഗ്രഹം കടന്നു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രഹം ഭൂമിക്ക് എങ്ങനെ കടക്കുന്നത് അനുസൃതിയാണ്. അതിങ്ങനെ കറങ്ങി കറങ്ങിയൊരു വല്ലാത്ത സർപ്പാകൃതിയിലാണ് കറങ്ങി കറങ്ങിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ചാണ് ടോളമി തന്നെ ഗ്രഹസിദ്ധാന്തം ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷെ ഇത് വളരെയധികം വിജയകരമായിരുന്നു എന്ന് വെച്ചാൽ 13 നൂറ്റാണ്ടുകൾ ടോളമിയുടെ